എല്ലാ പ്രിയപ്പെട്ട കർഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് വെള്ളാരംകുന്നാണ്, അതായത് ഇടുക്കി ജില്ലയിലെ കുമളിക്കടുത്തുള്ള വെള്ളാരംകുന്ന്. നമ്മളോടൊപ്പം നമ്മുടെ കണിപ്പറമ്പൻ ഈ ഏലം നിങ്ങൾ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു ഒരു പ്രേക്ഷകൻ, കൂടുതൽ A to Z വീഡിയോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫൗണ്ടർ കൂടിയായിട്ടുള്ള നമ്മുടെ സണ്ണിച്ചേട്ടൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമസ്കാരം സണ്ണിച്ചേട്ടാ. നമസ്കാരം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെയൊക്കെ ഒരു റിക്വസ്റ്റ് മാനിച്ചിട്ടാണ് മറ്റൊരു വീഡിയോ ചെയ്തപ്പോൾ ഇതും കൂടെ ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു തോട്ടം കണ്ടപ്പോൾ ഈ കണിപ്പറമ്പൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു A to Z വീഡിയോ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെയാണ് അന്വേഷിച്ച് ചേട്ടൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഈ ഒരു കണിപ്പറമ്പിൻ്റെ ചരിത്രം തുടങ്ങി നമുക്കിതൊന്ന് പറഞ്ഞു. ചേട്ടനെ അതൊന്നും പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സണ്ണി ജോസഫ്, കണിപ്പറമ്പിൽ വെള്ളാരംകുന്ന് വീട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ചരിത്രം കൂടി ഒന്ന് പറഞ്ഞു. ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മളൊക്കെ പഴയ കാലത്ത് കൃഷി ചെയ്തിരുന്ന നാടൻ ഏലം കൃഷി രീതികളായിരുന്നു. അത് നാടൻ ചെടികളായിരുന്നു. അത് ഇന്നത്തെ ഒരു കൃഷി രീതികളൊന്നും അന്നില്ലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, അന്ന് ഇതുപോലെ വെള്ളമില്ലായിരുന്നു, മറ്റുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അന്നത്തെ കൃഷി രീതി എന്ന് പറയുന്നത്, ഏലത്തിൻ്റെ നല്ലപോലെ കായ്ക്കുന്ന ഏലത്തിൻ്റെ അരിയെടുത്ത് പഴമെടുത്ത് പാകി കിളിപ്പിച്ച് അത് ബേഡലിട്ട് തൈയാക്കി ആ തൈ നമ്മൾ കുഴി കുത്തി വെക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളും ചെയ്തുകൊണ്ടിരുന്നത്. വർഷം കുറച്ച് ചെടി ഇങ്ങനെ പ്ലാന്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പം ഒരു വർഷം നല്ലപോലെ ഉണക്കുണ്ടായി. 2 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ നല്ല ഉണക്കുണ്ടായി കഴിഞ്ഞപ്പോൾ ഒരുപാട് ചെടി ഉണങ്ങിപ്പോയി. അപ്പോൾ 1-2 ചെടി അവിടെയൊക്കെ പിടിച്ചു നിന്നിരുന്നു. ആ ചെടിയിൽ ഒരു ചെടി മാത്രം ഒരു ജൂൺ മാസത്തിൽ നല്ല കായായിട്ട് നിൽക്കുന്നു. 4-5 കായായിട്ട് ഒരു ചെടി മാത്രം നിൽക്കുന്നു, നിറച്ച് കായായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാനിത് നോക്കി നമ്മുടെ അയൽക്കാരൊന്നും കാണിച്ചു. അതിന് ശേഷം ഞാൻ വണ്ടിപ്പെരിയാറിലെ ഫീൽഡ് ഓഫീസ്, ഫൈസ് ബോർഡിലെ ഫീൽഡ് ഓഫീസർ ജോജി മാത്യു എന്നും പറഞ്ഞ ഒരാളായിരുന്നു. ഞാൻ അദ്ദേഹത്തെ സാറിനെ വിളിച്ച് കാണിച്ചു. പുള്ളിക്കാരൻ വന്ന് ചെടി കണ്ടുകൊണ്ട് പറഞ്ഞു, സണ്ണി നല്ല ചെടിയാണ്, ഇത് വെറൈറ്റി ചെടിയാണ്, മറ്റുള്ള ചെടി പോലെയല്ല, ഇതെന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഒരു കാര്യം ചെയ്യുക, ഇതിൻ്റെ ചിമ്പ് കട്ടിക്കുക. അന്ന് നമുക്ക് ചിമ്പെന്ന് കട്ടിക്കുന്ന സമ്പ്രദായമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞ കത്തിക്ക് ഓരോ ചിമ്പെടുത്ത് അടച്ചെടുത്തിട്ട് ഒരു കുറച്ച് കുഴിയിലായിട്ട് അങ്ങ് വെക്കണമെന്ന് പറഞ്ഞു. നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു 5-8 കുഴിയിൽ പലയിടത്തായിട്ട് ഇതങ്ങ് വെച്ചു. പിറ്റേ വർഷം അത് ഒരുപാട് ചിമ്പായി. ആ ചിമ്പെടുത്ത് പിന്നെ നമ്മൾ പ്ലാന്റ് ചെയ്തപ്പം ഒരു നല്ല വെറൈറ്റി ഒരു ഏലം ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. അപ്പോൾ അത് നാട്ടുകാർ കണ്ടു, പല ആൾക്കാർ കണ്ടു. അപ്പോൾ ഷെയർ ചെയ്തു. അങ്ങ് പല ഭാഗത്തേക്കും ഇത് ട്രാൻസ്ഫറായി പോയി, പല ഭാഗത്തും കൊണ്ടുപോയി. അപ്പോൾ അവിടുന്ന് അങ്ങനെ കൈമാറിപ്പോയി. അപ്പോൾ അങ്ങനെ പലയിടത്തും എവിടുന്ന് ഏലം വന്നു കുമളി ഭാഗത്തു നിന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളാണ് ഏലം കൊടുത്തത്. അങ്ങനെ നമ്മുടെ കണിയർമ്മ ചെടി തന്നെയാണ്. അപ്പോൾ പല ഭാഗത്ത് തോപ്രാംകുടിയിലും അത് കട്ടപ്പനയിലും രാജാക്കാടും ഒക്കെ നമ്മുടെ ഇവിടെ ഒരുപാടുണ്ട്. പക്ഷേ അതൊന്നും നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോയ തൈ തട്ടയിൽ നിന്നും അവർ മേടിച്ചുകൊണ്ട് പോയതാണ്. അങ്ങനെ ആയത്. അതെ. അപ്പോൾ ഈ ഒരു കണിപ്പറമ്പിൻ്റെ തട്ടയ്ക്ക് വേണ്ടി ആ ഏരിയയിലാണെങ്കിലും ഒരുപാട് അന്വേഷണമുണ്ട്, വാങ്ങിക്കൂട്ടാനേ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയൊക്കെ അറിയാനായിട്ടാണ് വന്നത്. അപ്പോൾ ചേട്ടനത് വികസിപ്പിച്ചെടുത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പരിപാലന രീതി കൂടി നമുക്കൊന്ന് അറിയണം. വികസിപ്പിച്ചെടുത്തെന്ന് പറയുമ്പോൾ ഇത് മറ്റുള്ള ചെടി അപേക്ഷിച്ച് ഒരുപാട് വെറൈറ്റി ഉണ്ട്, പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് ഈ നാരുകെട്ടി കൂടുതലുണ്ട്. അതുപോലെ തന്നെ തണ്ടുവരപ്പിൻ്റെ ശല്യം വളരെ കുറവുണ്ട്. 30 പൊക്കം നാരുകെട്ടി കൂടുതലുണ്ടെങ്കിൽ തന്നെ തണ്ടുവരപ്പിൻ്റെ ശല്യം കുറവുണ്ട്. അതുപോലെ തന്നെ 30 പൊക്കം നമുക്ക് മരുന്നടിച്ചാൽ മതി. ഈ മരുന്നടിക്കുന്നത് ഇവര് കമ്പനി പറയുന്ന നോർമൽ ഡോസ് തന്നെയാണോ അതോ നോർമൽ ഡോസ് മരുന്ന് കൊടുത്താൽ മതി? അവർ പറയുന്ന ഒരു മാനദണ്ഡം അനുസരിച്ചുള്ളത് അങ്ങനെ മതി. ഓവർ ഡോസിൽ മരുന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ സെറ്റോടെ പിടിച്ച് കയറിക്കോളും. ഒരു 10-25-30 കാരെ മാക്സിമം പിടിക്കും. അതുപോലെ തന്നെ തൊണ്ട് കെട്ടി കുറവായതുകൊണ്ട് പേഴ്സൻറ്റേജ് തൂക്കം കൂടുതലുണ്ട്, അരിയെണ്ണം കൂടുതലുണ്ട്. നമുക്കിപ്പോൾ മറ്റുള്ള ചെടിയിൽ 5 കിട്ടിയാൽ നമുക്ക് 4 കിട്ടും. അതെ. പക്ഷേ ഈ ഒരു തട്ട നമ്മുടെ കർഷകൻ വാങ്ങിച്ചു നമ്മുടെ കയ്യിൽ നിന്ന്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നശിച്ചു പോകാതെ എങ്ങനെ ഇത് പരിപാലിച്ചെടുക്കാൻ പറ്റും? സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മറ്റുള്ള ചെടി അപേക്ഷിച്ച് ഇപ്പം ഞള്ളാനി പോലുള്ള ചെടികളെ സംബന്ധിച്ച് ഒരുപാട് വെള്ളം വേണം. നമുക്കത്ര വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഏറ്റവും മേട്ടും പുറത്തും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കൃഷി ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ പരിപാലിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവ് മതി. അതിന് വേനൽക്കാലത്ത് ഒരു പരിധി വരെ ഇത് പിടിച്ചിരിക്കും. ചൂടുള്ള കാലാവസ്ഥയിലും ഈ പാറ പോലുള്ള സ്ഥലത്ത് കുറച്ച് മണ്ണുള്ളിടത്തൊക്കെ പറ്റും പിടിച്ചു നിൽക്കും. അവിടെ നല്ല ഈൽഡും തരും. ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഞാൻ സൂചിപ്പിച്ച പോലെ പഴയ ചരിത്രത്തിലും കാ പിടിച്ച് നിൽക്കും എന്നുള്ളതാണ്. കാരണം ഈ ഒരു കൊത്ത നമ്മൾ 25 കായ എടുത്തതാണ്. എന്നിട്ടും പിന്നെ 3 കായ നിൽക്കുകയാണ്. ദൈവത്തെ 4 കായുണ്ട്. ഇങ്ങനെ പല വെറൈറ്റി കാ നിൽക്കും. ഒരു 10-30 കൊത്ത് വരെയൊക്കെ ഒരു കൊത്തയിൽ കാ പിടിച്ച് കയറും. മഞ്ഞപ്പിഞ്ചില്ല, ഒന്നേന്ന് കാ പിടിച്ച് സെറ്റായിട്ട് കയറിക്കോളും. അപ്പോൾ ചേട്ടാ, നമ്മൾ പാറമേടയുടെ അടുത്തൊക്കെ നടാന്ന് പറഞ്ഞു, കുറച്ചുള്ള മണ്ണ സ്ഥലത്ത്. അങ്ങനെയാണെങ്കിൽ ചൂടുള്ള കാലാവസ്ഥയിലും പിടിക്കും. എങ്ങനെയാണെങ്കിൽ ഇത് നാട്ടിൻ പ്രദേശത്ത് കൂടി പരീക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ്. നാട്ടിൻ പ്രദേശ് കാലാവസ്ഥ അനുസരിച്ച് അവിടെ ഇതിനും വളരെ ചൂട് കൂടുതലാണ്. അപ്പോൾ അവിടെ ഇതൊരു എത്ര വിജയിക്കും എന്നൊക്കെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷേ അഴങ്ങാട് പോലെയുള്ള ഈ
കൂട്ടിക്കൽ ആ ഭാഗത്തേക്ക് ആൾക്കാർ എൻ്റെ ചിമ്പ് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എത്രമാത്രം വിജയിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പറഞ്ഞത് അവിടെയൊക്കെ ഇത് രക്ഷപ്പെടുമെന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് അതിനെപ്പറ്റി ഇത്ര ഉറപ്പില്ല. പക്ഷേ സാധാരണ ഹൈറേഞ്ചിൽ ഏത് മേഖലയിലും ഈ ഏലകൃഷി നമുക്ക് കൃഷി ചെയ്യാം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇത് സാധാരണ ഏലം കായ്ക്കുന്ന സമുദ്ര ജലനിരപ്പിൽ നിന്നും 2000-3000 അടിക്ക് ഇടയിലുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലുള്ള ഏതൊരു സ്ഥലത്തും നല്ല ഈൽഡ് തരുന്നുണ്ടോ? തരുന്നുണ്ട്. അതിലൊന്നും കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഇതിൻ്റെ ആ കൊത്തിൽ എത്ര കായുണ്ടെന്ന് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ വലിപ്പം ഏകദേശം ഒന്ന് പറഞ്ഞു. ഏകദേശം നമുക്കൊരു 50-60% ഏറ്റുപോയിട്ട് നമുക്ക് കിട്ടും ഉറപ്പാണ്. പക്ഷേ ഈ ഒരു വള്ളി ഇപ്പോൾ ഞങ്ങളിവിടെ നോക്കിയതുണ്ടോ, നല്ല പച്ചപ്പുണ്ട്. പ്രേക്ഷകരെ കാണിച്ചു തരാം. നല്ല പച്ചപ്പുണ്ട്, അതുപോലെ തട്ട നല്ല പച്ചപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും മരുന്ന് കൊടുത്ത് നിർത്തിയേക്കുന്നതാണോ? ഇങ്ങനെ ഇതിൽ ഈ പൂവൊക്കെ പിടിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും മരുന്ന് കൊടുക്കണോ? സാധാരണ അടിക്കുന്ന ഒരു രീതി മാത്രമല്ല, എക്സ്ട്രാ മരുന്ന് നമുക്ക് ചെയ്യാറില്ല. വളപ്രയോഗങ്ങളോ? വളപ്രയോഗങ്ങൾ വർഷത്തിൽ 2 തവണ വളം കൊടുക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ മാർക്കറ്റും വിലയിടും ഒക്കെ വെച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഉൽപ്പാദന ചെലവിനെക്കാട്ടിലും വളരെയേറെ വില കുറവാണ് ഏലക്കാട് ഇപ്പോഴത്തെ മാർക്കറ്റ്. ഈ ഏലത്തിനകത്ത് ഈ ചാണകം ഇപ്പം ഇത്രയും വില കൂടുതലാണ് രാസവളങ്ങൾക്കൊക്കെ. ഈ ചാണകം ഉപയോഗിക്കുന്നത് നമുക്കിപ്പോൾ കർഷകർക്കാണെങ്കിലും പശുവുണ്ട് വീട്ടിൽ. അപ്പോൾ ആ ചാണകമൊക്കെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം? ചാണകം ഏലത്തിന് സൂപ്പറാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ചാണകം നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. വെള്ളത്തിലൂടെ കലക്കി ഒഴിക്കാം, അതല്ലെങ്കിൽ ചാണകമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ചേട്ടാ, ഇപ്പോൾ കൊത്തിലെ കായുടെ എണ്ണവും പറഞ്ഞു. ഇതിൻ്റെ അരിയെണ്ണം എങ്ങനെയുണ്ട്? കൊത്തിൽ ഒരു ശരാശരി 24 അരി വരെ ഒരു കൊത്തിനകത്തുണ്ട്, ഒരു കായ്ക്കകത്തുണ്ടാവും. ഓക്കെ. ഇതിൻ്റെ മറ്റു രോഗങ്ങൾ, ഫിസേറിയം, അഴുകല്, ഇതിനെ പറ്റിയൊക്കെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഫിസേറിയൻ നമ്മുടെ ചെടിക്കില്ല. ഇതുവരെയായിട്ട് ഫിസേറിയൻ കണ്ടിട്ടില്ല. ഇത് കൊണ്ടുപോയൊരു ആരും അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഫിസേറിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ അഴുകലിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളൊരു മെയ് മാസം അവസാനമാകുമ്പോൾ കുറച്ച് കുമ്മായി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വർഷത്തിൽ ആദ്യത്തെ ഒരു ടൈമിൽ തുരിശ് കൊടുക്കാറുണ്ട്. പിന്നെ ഈ അഴുകലിനെ പറ്റി അതുകൊണ്ട് തന്നെ അഴുകൽ എന്ന് പറയുന്ന സമ്പ്രദായം നമുക്കില്ല, ചേട്ടൻ്റെ തോട്ടത്തിലില്ല. ഇപ്പോൾ പിന്നെ അഴുകൽ വരുവാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ നോട്ടക്കുറവും അതുപോലെ നിൽക്കത്തുള്ളൂ. ഷെയ്ഡ് വെട്ടി ഒതുക്കുന്ന ഒരു സമ്പ്രദായം നല്ലതായിരിക്കും. കാരണം ഒരു പരിധി വരെ ഷെയ്ഡ് കൂടുമ്പോഴും അഴുകലിന് ചാൻസ് കൂടുതലുണ്ട്. പിന്നെ ഈ ഒരു ഏലത്തട്ട നമ്മുടെ വാങ്ങിച്ചു പോകുമ്പോൾ നമ്മൾ എങ്ങനെ സാധാരണ ഏലം കൃഷി ചെയ്യുന്ന പോലെ തന്നെയാണോ കുഴിയെടുത്തും അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്? സാധാരണ കൃഷി ചെയ്യുന്ന രീതിയിൽ തന്നെ കൃഷി ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുമ്പോൾ ഈ 3 അടിക്കുള്ള കുഴിയൊക്കെ ഉണ്ടല്ലോ, വലിയ കുഴി, 2 അങ്ങനെയുള്ള. അപ്പോൾ ഏറ്റവും നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതൊരു അളവിലുള്ള കുഴിയായിരിക്കും? സാധാരണ കുഴി മതി, 2 അത് മതിയാവും, അളവിലുള്ള കുഴികൾ മതിയാവും. ഇപ്പോൾ ഈ പുതിയൊരു സമ്പ്രദായം വെച്ച് നമ്മൾ ചെറിയൊരു മേൽമണ്ണിലൊരു കുഴി എടുത്തിട്ട് അവിടെ തൈ വെച്ച് അങ്ങനെ കമ്പ് കുത്തുന്നൊരു സമ്പ്രദായമുണ്ട്. അതെപ്രകാരം ഇത് അത് മണ്ണിൻ്റെ ഘടന വലിയ നല്ല മണ്ണൊക്കെ ആണെങ്കിൽ അത് ഫലപ്രദമായിട്ട് വിജയിക്കും. പക്ഷേ കല്ലും ഒക്കെ ഉള്ള വലിയ തറച്ചെടുക്കുന്ന സ്ഥലമാണെങ്കിൽ പ്രോപ്പറായിട്ട് അത് വിജയിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് നമ്മുടെ ഈ ഒരു ഏലത്തിന് സ്ഥലത്തിൻ്റെ കിടപ്പില്ലിരിക്കും. നല്ല മണ്ണൊക്കെ ആണെങ്കിൽ, ഇളക്കുള്ള മണ്ണാണെങ്കിൽ ഈ പറഞ്ഞ സമ്പ്രദായം നമുക്ക് ചുമ്മാ കുത്തി വല്ലം വെക്കാം. പക്ഷേ മറ്റുള്ള സ്ഥലത്തിൻ്റെ ഒരു കിടപ്പുണ്ടല്ലോ, കല്ലും അതുപോലെ തറച്ച സ്ഥലമൊക്കെ ആണെങ്കിൽ ഇത് അത്ര വിജയിക്കും എനിക്ക് അഭിപ്രായമില്ല. ഓക്കെ. പിന്നെ ഈ ഒരു സ്പൈസസ്, ഈ ഒരു ഏലക്കായ്ക്ക് ഇതിൻ്റെ എസൻസ്, സ്മെല്ല്, അതൊക്കെ നോക്കിയിട്ടാണല്ലോ ഇത് എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നോർമലായിട്ട് ചേട്ടൻ മരുന്നടി എല്ലാം കുറവാണ്, അതായത് കീടനാശിനികൾ. ഇതിൻ്റെ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഒരു എസൻസ് നല്ല എസൻസ് ഉണ്ട്, സ്മെല്ലുണ്ട്. അതും നമ്മുടെ ഒരു വളപ്രയോഗം, മരുന്നടി എല്ലാം ചെടി ഒരു പ്രത്യേകതയാണ്. ഒരു നല്ല വെറൈറ്റിയാണത്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ കണിപ്പറമ്പിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ, ബേസിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. തട്ട വാങ്ങിക്കുന്നവർക്കാണെങ്കിലും ഇത് കൃഷി ചെയ്യുന്നവർക്കാണെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫൗണ്ടർ കൂടിയായിട്ടുള്ള നമ്മുടെ സണ്ണിച്ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയേണ്ടത്. പിന്നീടുള്ളത് അവരവരുടെ ഒരു കാൽക്കുലേഷൻ വെച്ചാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് കാണുന്നത്. അതിപ്പോൾ ഓരോരുത്തരുടെ സ്ഥലം എങ്ങനെയാണെന്ന് ആ കർഷകരെ അറിയത്തുള്ളൂ. കൃഷി രീതി പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചേട്ടൻ ഫോളോ ചെയ്യുന്ന അടുത്തൊരാൾ ചിലപ്പോൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ വ്യത്യസ്തമായ ഘടനയാണ്. അപ്പോൾ അതിനെപ്പറ്റി തട്ടയെടുക്കുമ്പോൾ നിങ്ങൾ പഠിക്കുക, കാലാവസ്ഥ, അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം. പിന്നെ ആ ഒരു ഭൂപ്രകൃതിയുടെ ഒരു മണ്ണിൻ്റെ പ്രത്യേകതയുണ്ട്, അതെല്ലാം പഠിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഒരുപാട് നന്ദി സണ്ണിച്ചേട്ടാ. ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു തന്നതല്ലേ. ഇപ്പോൾ ഈ ഒരു കണിപ്പറമ്പിനെ പറ്റി റിക്വസ്റ്റ് വന്നിരുന്നു, മറ്റേ എപ്പിസോഡ് ചെയ്തത്, മറ്റേ ഏലത്തെ പറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടനെ തന്നെ തപ്പി പിടിച്ചു വന്നത്. അപ്പോൾ വേറെ ഉള്ളവരോട് ചോദിച്ചിരുന്നു കണിപ്പറമ്പൻ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ തിരക്കാണ് ഈ തട്ടവെക്കിലൊക്കെ ആയിട്ട്. അപ്പോൾ ചേട്ടനെ തന്നെ കിട്ടിയതിൽ ഒരുപാട് നന്ദി, സന്തോഷമുണ്ട്. ഓക്കെ. ഇനിയും കാണാം ഇടയ്ക്കൊക്കെ. ഓക്കെ, താങ്ക് യു.